ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഫിജിയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഫിജിയുടെ പരമോന്നത ബഹുമതി രാഷ്ട്രപതി ഏറ്റുവാങ്ങി. ബംഗ്ലാദേശ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. വിഷയത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ ഇന്ന് പ്രസ്താവന നടത്തും. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ 8ാം ദിനവും തുടരുന്നു. തരംഗശക്തി 2024 ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന് തമിഴ്നാട്ടിൽ ഇന്ന് തുടക്കം. പാരീസ് ഒളിമ്പിക്സ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. ജാവ്ലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഫിജിയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള സ്വീകരണം. ഫിജിയുടെ പരമോന്നത പുരസ്കാരമായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ബഹുമതി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. തുടർന്ന് ഫിജി പാർലമെന്റിനെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്തു. ഇന്ത്യയും ഫിജിയും തമ്മിലുള്ള 75 വർഷത്തെ നയതന്ത്ര ബന്ധത്തെ രാഷ്ട്രപതി അനുസ്മരിച്ചു. ഫിജിയിൽ നിർമ്മിക്കുന്ന 100 കിടക്കകളുള്ള അത്യാധുനിക കാർഡിയോളജി ആശുപത്രിയുടെ രേഖകൾ കൈമാറുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഫിജി പ്രധാനമന്ത്രി സിതിവേനി റബുക്കയും അധ്യക്ഷത വഹിച്ചു. ഫിജിയുടെ തലസ്ഥാന നഗരിയായ സുവയിൽ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണത്തിലും രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. ഇന്ത്യൻ വംശജർ സ്വന്തം സംസ്കാരവും മൂല്യങ്ങളും നിലനിർത്തുന്നതിലും ഫിജിയിൽ ഹിന്ദി ഔദ്യോഗിക ഭാഷയായതിലും ഏറെ സന്തോഷമുണ്ടെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ രാഷ്ട്രപതി നാളെ ന്യൂസിലൻഡിലെത്തും. ശനിയാഴ്ച തിമോർ ലെസ്തെയും ശ്രീമതി മുർമു സന്ദർശിക്കും. ബംഗ്ലാദേശ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിലെ നിലവിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. സർവകക്ഷിയോഗം വിഷയത്തിൽ ഏകകണ്ഠമായ പിന്തുണ അറിയിച്ചതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, കിരൺ റിജിജു, ജെ.പി. നഡ്ഡ തുടങ്ങിയവരും ഘടകകക്ഷികളിൽ നിന്നുള്ള മന്ത്രിമാരും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ, എൻസിപി, സമാജ്വാദി പാർട്ടി, ഡിഎംകെ തുടങ്ങി വിവിധ പ്രതിപക്ഷ കക്ഷി നേതാക്കളും യോഗത്തിന്റെ ഭാഗമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്ന് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ബംഗ്ലാദേശ് വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് പാർലമെന്റിൽ പ്രസ്താവന നടത്തും. രാജ്യസഭയിൽ ഉച്ചതിരിഞ്ഞ് 2:30-നും ലോക്സഭയിൽ 3:30-നുമാണ് പ്രസ്താവന. ബംഗ്ലാദേശിൽ പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ അറിയിച്ചു. രാജ്യത്ത് തുടർന്നിരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം അക്രമാസക്തമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന സൈനിക വിമാനത്തിൽ രാജ്യം വിട്ടിരുന്നു. പ്രതിഷേധക്കാരും പോലീസുകാരുമായുണ്ടായ സംഘർഷത്തിൽ 100 കണക്കിന് ആളുകൾ മരണമടഞ്ഞിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഉടൻ രൂപീകരിക്കുമെന്നും പൊതു തെരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തുമെന്നും പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ അറിയിച്ചു. സൈനിക മേധാവികളുമായും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും ജനപ്രതിനിധികളുമായും അദ്ദേഹം ധാക്കയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും വിട്ടയക്കണമെന്നും പ്രസിഡന്റ് നിർദ്ദേശിച്ചു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദ സിയ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് പിന്നാലെ രാജ്യത്ത് ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് സൈനിക മേധാവി ജനറൽ വഖാർ ഉസ് സമൻ വ്യക്തമാക്കിയിരുന്നു. വിദ്യാർത്ഥി നേതാക്കളുമായും അധ്യാപകരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ 100 കണക്കിന് പ്രതിഷേധക്കാർ ഇരച്ചു കയറിയ സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടത്. ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം പുനഃസ്ഥാപിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം. സുപ്രീം കോടതി പിന്നീട് സംവരണം 5% കുറച്ചെങ്കിലും പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത നേതാക്കളെ വിട്ടയക്കാത്ത പശ്ചാത്തലത്തിൽ പ്രതിഷേധം തുടരുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടീഷ് ഭരണകൂടം. സമാധാനപരവും ജനാധിപത്യപരവുമായ ഒരു അന്തരീക്ഷമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായി ബംഗ്ലാദേശിൽ ദാരുണമായ അക്രമ സംഭവങ്ങളാണ് ഉണ്ടായതെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഡേവിഡ് ലാമി പ്രസ്താവനയിൽ അറിയിച്ചു. എന്നാൽ രാജ്യം വിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് UK പ്രതികരിച്ചിട്ടില്ല.
പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. GST വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് തവണകളിലെ 18% GST പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 8ാം ദിവസവും പുനരാരംഭിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ഇന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. 8ാം ദിവസത്തെ തെരച്ചിലും രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. മുമ്പ് തിരച്ചിൽ നടത്തിയിരുന്ന 6 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത്. ഒപ്പം ചാലിയാറിന്റെ ഭാഗങ്ങളിലും തിരച്ചിൽ ഊർജിതമാണ്. ആളുകൾക്ക് നേരിട്ട് പോയി തിരച്ചിൽ നടത്താൻ കഴിയാത്ത സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിച്ചു. സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് തിരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് സിഫർ ഡോഗിനെ ഉപയോഗിച്ച് പരിശോധിച്ച് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരച്ചിലായി എത്തുന്ന ആളുകൾക്ക് പാസ് മുഖേന മാത്രമാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇനിയും 180-ലധികം പേരെയാണ് കണ്ടെത്താനായുള്ളത്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. ലഭ്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പട്ടിക ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തുവിടും. ഇത് പൊതുജനങ്ങളിലേക്ക് എത്തുന്ന മുറയ്ക്ക് വിട്ടുപോയിട്ടുള്ളവരെ കൂടി ഉൾപ്പെടുത്താനാകുമെന്നും ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും ശ്രീ കെ രാജൻ വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലോകം കണ്ട കേരള മോഡൽ പുനരധിവാസ പാക്കേജാണ് വയനാടുണ്ടാകാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ വിളിച്ച് കുടിശ്ശിക തുക ചോദിക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ സർട്ടിഫിക്കറ്റുകളും വിദ്യാഭ്യാസ രേഖകളും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുന്ന മുറയ്ക്ക് അവ വിതരണം ചെയ്യണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷം നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാമ്പ് അവസാനിക്കുന്ന മുറയ്ക്ക് ക്ലാസുകൾ ആരംഭിക്കുമെന്നും കുട്ടികൾക്ക് ആവശ്യമായ പാഠ്യവസ്തുക്കളുടെ കിറ്റ് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമായ തരംഗ് ശക്തി 2024 തമിഴ്നാട്ടിൽ ഇന്ന് തുടക്കം. 30 രാജ്യങ്ങൾ വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കും. 10 രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങളും അഭ്യാസത്തിൽ പങ്കുചേരും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനങ്ങളും ഉപകരണങ്ങളും ഇതിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. തേജസ്, റഫാൽ, മിറാഷ് 2000, ജാഗ്വാർ, MiG-29 തുടങ്ങിയ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ അഭ്യാസത്തിൽ പങ്കെടുക്കും. 3 ദിവസത്തെ ബിംസ്റ്റെക് വ്യാപാര ഉച്ചകോടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മുഖ്യപ്രഭാഷണം നടത്തും. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, സംരംഭകർ, പ്രമുഖ വ്യവസായികൾ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാമ്പത്തിക സഹകരണം, വ്യാപാരം എന്നിവ സുഗമമാക്കുന്നതിനും ഊർജ്ജ സുരക്ഷ, സമഗ്ര വളർച്ച എന്നിവയ്ക്കുള്ള ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള വേദിയായിരിക്കും ബിംസ്റ്റെക് ഉച്ചകോടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സമാന രംഗത്ത് പ്രവർത്തിക്കുന്ന 300-ലധികം പ്രമുഖരെ ഉച്ചകോടി ഒരുമിച്ച് കൊണ്ടുവരും. ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ വ്യാപാര നിക്ഷേപ ബന്ധങ്ങളിലൂടെ കൂടുതൽ പ്രാദേശിക സഹകരണം വളർത്തിയെടുക്കുകയാണ് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പാരീസ് ഒളിമ്പിക്സ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഗ്രൂപ്പ് എയിൽ ഇതേ ഇനത്തിൽ കിഷോർ കുമാർ ജനയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. പുരുഷന്മാരുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് ഫൈനലിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടം ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് അവിനാഷ് സാബ്ലെ സ്വന്തമാക്കിയിരുന്നു. ഹീറ്റ്സ് 2 മത്സരിച്ച സാബ്ലെ 5ാമതായാണ് ഫിനിഷ് ചെയ്തത്. വനിതകളുടെ 400 മീറ്റർ ഓട്ടത്തിൽ കിരൺ പാഹൽ 2ാം ഊഴത്തിനായി ഇന്നിറങ്ങും. ടേബിൾ ടെന്നീസ്, ഗുസ്തി ഇനങ്ങളിലും ഇന്ത്യൻ സംഘം ഇന്ന് മാറ്റുരയ്ക്കും. ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ ഉച്ചയ്ക്ക് 2:30 നടക്കും. പരമ്പരയിലെ ആദ്യ മത്സരം സമനിലയിൽ കലാശിച്ചപ്പോൾ 2ാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കായിരുന്നു വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഫിജിയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഫിജിയുടെ പരമോന്നത ബഹുമതി രാഷ്ട്രപതി ഏറ്റുവാങ്ങി. ബംഗ്ലാദേശ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. വിഷയത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ ഇന്ന് പ്രസ്താവന നടത്തും. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ 8ാം ദിനവും തുടരുന്നു. തരംഗ് ശക്തി 2024 ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന് തമിഴ്നാട്ടിൽ ഇന്ന് തുടക്കം. പാരീസ് ഒളിമ്പിക്സ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.